ആരെ ബ്രഷ് കാണുന്നില്ലല്ലോ. എന്റെ ബ്രഷ് ആരെടുത്തും തോന്നുന്നു. ആരെ ഞാൻ എന്തായി കാണിക്കുന്നത്? ചെരുപ്പ് ക്ലീൻ ചെയ്യാ. ഇവിടെ ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ ബ്രഷ് എന്റേതാണ്. ഞാൻ പല്ല് കേൾക്കുന്ന ബ്രഷാണ്. അതുകൊണ്ടാണോ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്നത്? ആണോ? അയ്യോ, ഇത് മോന്റെ ബ്രഷാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഞാൻ നോക്കുമ്പോ ഒരുപാട് ബ്രഷ് ഇരിക്കുന്നു. അതൊന്നൊരു ബ്രഷ് എടുത്തു, അത്ര. അവിടെ ഇരിക്കുന്ന ഒരുപാട് ബ്രഷ് എന്റെ ബ്രഷ് മാത്രം തിരഞ്ഞെടുത്തില്ലടോ. അപ്പൊ ഇതില് പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. പേരെഴുതി വെച്ചിട്ടുണ്ടോ? തോന്നിയാസം കാണിച്ചിട്ട് വർത്താനം പറഞ്ഞാണല്ലോ. അടിച്ച് പ്രായം തോന്നില്ല. മോന്തേം കളിക്കള ഞാൻ. പിന്നെന്നാ നാണമില്ലാണ്ട് വലിഞ്ഞേറി കിടക്കാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. സാധാരണ ജീവിക്കാൻ പറ്റാത്തവർ എന്താ ചെയ്യാ? ജീവിക്കാൻ സൗകര്യമുള്ളടത്തേക്ക് മാറും. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു ഇരിക്കൊന്നുമില്ല. എന്നെ ജീവിക്കാൻ അനുവദിക്കും. എനിക്ക് അറിയണം. എന്താണ്ടായെന്ന് നീ ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ എന്റെ ബ്രഷ് കാണുന്നില്ല. നിനക്കറിയുമോ? പല്ല് തേക്കാൻ മുഴുവന്മാർ സമ്മതിക്കില്ല. നീ കണ്ട? നീ കാണാതെ പറയരുത്. ഞാൻ ഇപ്പൊ പോയി നോക്കിയാണ്. ബ്രഷ് എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? അതായത് നീ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. ആ ബ്രഷ് എടുത്ത കമ്മാവനുണ്ടല്ലോ, ചെരുപ്പ് കഴുകണം. എന്റെ ബ്രഷുണ്ട്. അറിയോ നിനക്ക്? എന്തടിക്കും പറയാ പരിപാടി? നീ ഒരു കാര്യം ഞാൻ പറയാം. നീ എല്ലാം നിസ്സാരമായിട്ട് കാണരുത്. അങ്ങനെ ഈ വീടിന്റെ അധികം ഞാനാണ്. നീ മറക്കണ്ട. എന്റെ ഞാൻ പറയട്ടടി, എല്ലാം അവരെ പൊക്കലാണ്. എന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടോ ചവിട്ടി ഞാൻ. സാരല്ല, ബാ കുളിച്ചിട്ട് വാ. ഞാൻ ചായ എടുത്തു വെച്ചിട്ട് വാന്നേ. അമ്മ വെട്ടി തുടങ്ങിയോ? ഞാനിത് എങ്ങനെ അതിന്റെ പരിപാടി നോക്കിയതല്ലേ. അമ്മ പിന്നെ ഇത് വെട്ടി തുടങ്ങി 2 ദിവസത്തിനകത്ത് ഞാൻ ഇത് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് ഏറ്റെടുക്കുക. എന്തെനിക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ അമ്മാവനല്ലേ പറഞ്ഞു ഇത് വലിയ ആന കാര്യമൊന്നുമില്ല, ഇത് വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കണ്ടു നിന്നാൽ ഇത് നിസ്സാരമായിട്ട് വെട്ടാന്ന് പറഞ്ഞല്ലേ. ഞാൻ വിചാരിച്ച അമ്മാവ് ഇവിടെ പണി തുടങ്ങി. എവിടെയൊക്കെ ഞാൻ നോക്കായിരുന്നു. അതെ, നീ എന്തുദ്ദേശിച്ചായി നിൽക്കണേ? എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഒന്നല്ലെങ്കിൽ അവരെ പോച്ച് പുറത്തേ അടിച്ചിട്ട് എൻ്റെ തള്ളേനും തന്തേനും ഇവിടെ കൊടുന്നാക്കിയിട്ട് അങ്ങോട്ട് വരാൻ നോക്ക്. അതല്ലെങ്കിൽ ഇതാ ഈ പണിയൊക്കെ ഏറ്റെടുത്തിട്ട് അണക്ക് ഇതങ്ങോട്ട് ടാപ്പ് ചെയ്തൂടെ? ഞാനിതൊന്നും ചെയ്താൽ ശരിയാവില്ല അമ്മാവ. ഇതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. ജോസിയെ പോലുള്ള ഒരാൾ വേണം ഇതൊക്കെ വെട്ടിയെടുക്കാനൊക്കെ. നമ്മളൊക്കെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് നടക്കില്ലേ? നീയൊക്കെ രാഷ്ട്രീയത്തിൽ വന്ന ജനങ്ങളെ രക്ഷിക്കലല്ല, ജനങ്ങളെ ശിക്ഷിക്കലാവും. എന്താണ് അമ്മാവ അങ്ങനെയൊക്കെ പറയണേ? അതൊന്നും പറയണ്ട. എൻ്റെ കൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പല പാഴുകളുമാണ് ഇന്ന് മന്ത്രി. അത് നീ സംഭവിച്ചല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പാഴുകളാന്ന്. വെറുതെ അല്ല നാട് തരാവത്ത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ മന്ത്രിയാണെന്ന് ഞാനും വിചാരിച്ചിരുന്നെങ്കിൽ ഒരു മന്ത്രി ആയതിനെ. പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. സാഹചര്യങ്ങൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. അതെ, എന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും പറയുകയാണ്, അവൻ്റെ ആട്ടും തുപ്പും കൊണ്ടിട്ട് ഇവിടെ കിടക്കണേക്കാൾ നല്ല. ഒന്നല്ലെങ്കിൽ അവനെ പോച്ച് പുറത്തേ അടിക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വരുമാനമൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കുക. അല്ല, ഇതൊക്കെ രാവിലെ നേരത്തെ വന്നിട്ട് അങ്ങോട്ട് ടാപ്പ് ചെയ്യുക. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക. അത് പറ്റും കണക്ക്. അതെ അമ്മാവ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഏക്കറുണ്ടേ. അതാ പറയണേ. ഈ 2 ഏക്കർ നടക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. അല്ല, എന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നീ ജനങ്ങളെ പറ്റിച്ച് തിന്നാൻ ശീലിച്ചോനാ. അനക്ക് അങ്ങനെ പറ്റൂ. അമ്മാവ, ഇത് എടുപിടിയെന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? ഈ പോലീസുകാരനാണെങ്കിൽ പറയാക്കൂല. ചിലപ്പോൾ വല്ല പോലീസുകാരനല്ലേ, ആ ഒരു ഇത് ഞാൻ കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ അത് മാനിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ജീവിതകാലം മുഴുവൻ മുടക്കാനാ? ഇല്ല, ഞാൻ കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കട്ടെ. അതിനകത്ത് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ഞാൻ എൻ്റെ ഫൈനൽ ഞാൻ ആയതെടുത്ത് പറയാം. എന്തായാലും വഴങ്ങാനുള്ള വഴിയില്ല. മറ്റേ പ്ലാൻ എന്താ? അത് പറ. അതൊക്കെ സമയമാവട്ടെ. അതെന്റെ കരുതുണ്ട്. അതൊക്കെ ഒരു എന്റെ ക്ലീറ്റസ് അനക്ക് സംഭവം അറിയോ? നമ്മുടെ കനകനെ തൃശ്ശൂർക്ക് മാറ്റാൻ പോവാണ്. എന്തിന്? സ്ഥലം മാറ്റം കിട്ടാൻ പോവാണ് തൃശ്ശൂർക്ക്.
അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ വീട്ടിലവിടെ ആളില്ല. എന്നാരും പറഞ്ഞു? അത് പറഞ്ഞു. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു ഇവിടെ എന്തൊക്കെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ തൃശ്ശൂർക്ക് മാറുന്നൊക്കെ പറഞ്ഞു. അയ്യോ. അപ്പൊ പിന്നെ വീട്ടിലൊരാൾ വേണ്ടേ? അത് വേണം. അപ്പൊ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് നീ അങ്ങോട്ട് വരാൻ നോക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ എന്തായാലും ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോവും. എന്താ അമ്മാവൻ തമാശ കളിക്കരുത്. അമ്മാവനും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ആകെ ഒരു ടെൻഷനാണ്. എന്തിന് ഞാൻ അവൻ്റെ ആട്ടുന്നുപ്പ് കേട്ടുപിടിക്കണേ? എനിക്കൊന്നും പറ്റില്ല. അതിപ്പോ അതെ, നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ പറയാം. അവിടെ വാഴയൊക്കെ പിരിഞ്ഞു വെക്കാനുള്ളതാണ്, വീട് പൂട്ടിയിട്ടാ വന്നിട്ട്. അതെ, ഞാൻ അവിടെ പോയി വാഴയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരാം. അമ്മാവൻ ഈ റബ്ബർ ഒക്കെ നോക്കി അമ്മ അപ്പോഴും അണക്കപ്പെടുത്ത കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വാഴയെന്ന് പറയുന്നത് എന്നെ പോലുള്ള ആൾ പോയി നോക്കിയാൽ അതങ്ങ് വളർന്നോളൂ. പക്ഷേ റബ്ബർ അങ്ങനെയല്ല, നല്ല പിള്ളേരെ വളർത്തും പോലെ വളർത്തണം. അതുകൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കും. ഞാൻ പോയി അതിന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണ്. നീ രണ്ടിലൊന്ന് തീരുമാനിക്കുക. എനിക്ക് എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ പോകണം കേട്ടോ. ഇപ്പോൾ എന്താ ചെയ്യുക? ഇത് വിട്ടാനൊന്നും വന്നില്ലേ? തന്നെയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ നേരത്തെ ഇറങ്ങിപ്പോ കണ്ട നേരത്തെ അവനെ കാണാനില്ല. അമ്മാവാ വേറെ ഇന്ന് നമ്മുടെ വർഗീസ് കൊച്ചപ്പച്ചൻ്റെ അവിടുത്തെ മനസ്സമ്മതമാണ്. അത് ഞാൻ മറന്നു നിൽക്കുന്നു. ഞാൻ റെഡി ആവട്ടെ. അവിടെ ഇനിയിപ്പോൾ വെള്ളം വയ്ക്കും. അമ്മാവാ പെണ്ണ് റെഡിയാ. വാ. ഞാനോ? അമ്മാവാ അങ്ങോട്ട് വാ. അമ്മാവാ കൊള്ളാം. നിന്റെ സൗകര്യത്തിനൊക്കെ ഇപ്പോൾ എല്ലാം തോന്നിയ പോലെ ചെയ്യാലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അല്ലേ? ഉറങ്ങിപ്പോ. നീ കിടന്ന് ലേറ്റായി അല്ലേ? നീ ഒരു കട്ടിലും ഇതുമൊക്കെ കൂടെ ഞാൻ ഇവിടെ റെഡിയാക്കി തരണുണ്ട് നിനക്ക്. എത്ര നേരമായി? കുറച്ച് ലേറ്റായി ഉറങ്ങിട്ട്. അല്ല, ഞാൻ കിട്ടപ്പോ നേരം വൈകി വന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തു എന്ന് വെച്ചോ, അപ്പൊ പാല് കുറയോ? ഇല്ല, പാലിനൊന്നും കുറവൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം കൃത്യമായിട്ട് കിട്ടും. അതല്ലേ? എന്നാ വാ ഒന്ന് കാണിച്ചേട്ടിക്ക്. അത് എങ്ങനെയപ്പോ ഇതിന്റെ പരിപാടി? ഞാൻ ചായ എടുക്കായിരുന്നില്ലേ? അത് കൊള്ളാം. ദേ കുടിക്ക്. ഇവിടെ വെച്ചാണ്. അതെ, സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് മറ്റേ മനസ്സമ്മ സ്ഥലത്തോട്ട് വരില്ലേ? അത് കൊള്ളാം. അവര് വലിയ കാര്യമായിട്ട് വിളിച്ചിട്ട് പോയതല്ലേ, പിന്നെ നമ്മൾ ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അടുത്ത ബന്ധമൊന്നുമല്ലല്ലോ. ഇതപ്പച്ചന്റെ വകയിൽ ഏതോ ഒരു പെങ്ങളമ്മ ക്ലീറ്റോ തങ്കൊക്കെ വന്നിട്ടുണ്ടെന്നേ. അപ്പൊ പിന്നെ നമ്മൾക്കും പോണ്ടേ? ക്ലീറ്റസ് വരും. അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് 100 കൂട്ടം പണിയുള്ളതാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല. അതിന് പറ്റുമെങ്കിൽ വാ. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഞാൻ നോക്കട്ടെ കേട്ടാ. സൗകര്യം പോലെ വരാം. ഓക്കെ. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോ? ദേ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാ ബാ. മതി മേക്കപ്പ് ചെയ്തത്. Alien versus Alien.